അല്ലേ? വോട്ടവകാശമുള്ള അംഗങ്ങളാണ് സാധാരണയായിട്ട് എന്തിൽ പങ്കെടുക്കുന്നത്? ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നത്. അവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഹൈ ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 60 ദിവസത്തെ സമയമുണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ, അല്ലേ? അപ്പോൾ ഈ 60 ദിവസം കൊണ്ട് തന്നെ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ജനറൽ ബോഡിയെക്കുറിച്ചാണ്. ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നമുക്ക് കുറേ അധികം ജനറൽ ബോഡികളെ കുറിച്ച് പഠിക്കാനുണ്ട്, അല്ലേ? അതിൻ്റെ ചില കണ്ടീഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിന്ന് ആ ജനറൽ ബോഡിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, ഒരു സംഘത്തിൻ്റെ ഫൈനൽ അതോറിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്നൊക്കെ പറയാം, ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത്, അല്ലേ? ഫൈനൽ അതോറിറ്റി ഒരു സഹകരണ സംഘവും 3 മാസം അവർക്ക് മുന്നിൽ കിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു 6 മന്ത് നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാനും നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാനും നിങ്ങൾക്ക് ഈ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ കഴിയും. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് ഈ എക്സാം, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള മുഴുവൻ ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മുന്നിൽ വരാം, അല്ലേ? പിന്നെ കുറച്ച് ഗിഫ്റ്റുകൾ, അതായത് നമ്മുടെ മെമ്പേഴ്സിന് ചെറിയ ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ തരുന്നു. ഇതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന രീതി, അല്ലേ? പക്ഷേ നമുക്ക് ഈ കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾസിൻ്റെ അകത്ത് ജനറൽ ബോഡിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് പൊതുവെ 5 ടൈപ്പ് ജനറൽ ബോഡികളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കുക, ദ ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സംഘത്തിൻ്റെ ഫൈനൽ അതോറിറ്റി, പരമാധികാരം, അത് പൊതുയോഗത്തിൻ്റെ കയ്യിലാണ്. ഇവിടെ സെക്ഷൻ 27 പ്രകാരമാണ് പറയുക, അല്ലേ? അവിടെ പറയുന്നത് ഫൈനൽ അതോറിറ്റി എന്നാണ്. ആ ഒരു പേര് തന്നെ പറയുന്നത്, ആ ഒരു സെക്ഷൻ്റെ പേര് ഫൈനൽ അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ നമുക്ക് നോക്കാം, അല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓരോ ജനറൽ ബോഡികളെ കുറിച്ച് നോക്കാം. അപ്പോൾ അതിനെ മനസ്സിലാക്കുക, നമുക്ക് 5 തരം ജനറൽ ബോഡികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്, അല്ലെ? 5 തരം പൊതുയോഗങ്ങൾ എന്ന് പറയാം. അതിൽ ഒന്നാമത് വരുന്നത് ഫസ്റ്റ് ജനറൽ ബോഡി, അല്ലെ? ആദ്യത്തെ പൊതുയോഗം, ഫസ്റ്റ് ജനറൽ ബോഡി. രണ്ടാമത് വരുന്നത് എന്താണ് മക്കളെ? ആനുവൽ ജനറൽ ബോഡി. ആനുവൽ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ വാർഷിക പൊതുയോഗം. ഓക്കെ. മൂന്നാമത് വരുന്നു സ്പെഷ്യൽ ജനറൽ ബോഡി, അല്ലേ? ചില സ്പെഷ്യൽ ഒക്കേഷൻസിൽ നമ്മൾ വിളിച്ചു ചേർക്കുന്ന ജനറൽ ബോഡിയാണ് ഈ സ്പെഷ്യൽ ജനറൽ ബോഡി, അല്ലേ? അതിനെന്താ മലയാളത്തിൽ വിശേഷാൽ പൊതുയോഗം. ചില പ്രത്യേക കാര്യങ്ങളിൽ, ചില സ്പെഷ്യൽ ഒക്കേഷൻസ് നമ്മൾ വിളിച്ചു ചേർക്കുന്നു. പിന്നെ വരുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി അല്ലെങ്കിൽ പ്രാതിനിധ്യ പൊതുയോഗം. റെപ്രസെൻറ്റേറ്റീവ്സ് പ്രതിനിധികൾ, അല്ലേ? ഇപ്പോൾ പ്രാതിനിധ്യ പൊതുയോഗം വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ലാസ്റ്റ് ജനറൽ ബോഡി. ഒരു സംഘത്തിൽ ആ ഒരു തവണ മാത്രം നടക്കുന്ന 2 ജനറൽ ബോഡികളുണ്ട്. ഒന്നാമത്തെ ഏതാണ്? ഫസ്റ്റ് ജനറൽ ബോഡിയും രണ്ടാമത്തെ ലാസ്റ്റ് ജനറൽ ബോഡി. ഈ 2 പൊതുയോഗങ്ങൾ ഒരു തവണ മാത്രം, അല്ലെ? ഫസ്റ്റ് ജനറൽ ബോഡി ഒറ്റ തവണയെ പറ്റുള്ളൂ, ലാസ്റ്റ് ജനറൽ ബോഡി ഒരു തവണയേ ഉള്ളൂ. പുറത്ത് വെച്ചേക്കുക. ഫസ്റ്റ് ജനറൽ ബോഡി, ആനുവൽ ജനറൽ ബോഡി, സ്പെഷ്യൽ ജനറൽ ബോഡി, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആൻഡ് ലാസ്റ്റ് ജനറൽ ബോഡി. 5 ടൈപ്പ് പൊതുയോഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് പഠിക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഫസ്റ്റ് ജനറൽ ബോഡിനെ കുറിച്ചാണ്. ഫസ്റ്റ് ജനറൽ ബോഡി, ആദ്യത്തെ പൊതുയോഗം. ആദ്യത്തെ പൊതുയോഗം സംഘം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നടത്തേണ്ട ഫസ്റ്റ് പൊതുയോഗത്തെ കുറിച്ചാണ്. റൂൾ 8 കേട്ടോ. ഇത് നമുക്ക് പറയുന്നത് റൂൾ 8 അല്ലെങ്കിൽ ചട്ടം 8. റൂൾ എന്ന് പറഞ്ഞാൽ ചട്ടം, സെക്ഷൻ എന്ന് പറഞ്ഞാൽ വകുപ്പ്. അപ്പോൾ റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ് പറയുന്നത് നോക്കിയേ? വിതിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. അതായത് ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് 3 മാസമായിട്ട് വിളിച്ചു ചേർക്കേണ്ട ജനറൽ ബോഡിയാണ് ഫസ്റ്റ് ജനറൽ ബോഡി. ആരാണ് ഈ ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കേണ്ടത്? പറയുന്നുണ്ട് നോക്കിയേ, വിതിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി, the chief promoter thereof shall convene the first general body meeting of all persons who had signed the application for registration of the society. മനസ്സിലാക്കുക, രജിസ്റ്റർ ചെയ്ത് 3 മാസമായിട്ട് സംഘത്തിന്റെ ചീഫ് പ്രൊമോട്ടർ വിളിച്ചു ചേർക്കേണ്ട പൊതുയോഗമാണിത്. ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത്? സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആരൊക്കെയാണോ ആ അപേക്ഷയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് അവരെ എല്ലാവരെയും കൂടെ വിളിച്ച് ചേർത്ത് എന്ത് ചെയ്യുകയാണ്? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്നാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് റൂൾ 8 എന്ന് ഓർത്ത് വെച്ചേക്കുക, അല്ലേ? റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡിയെ കുറിച്ച് പറയുന്നത്. രജിസ്റ്റർ ചെയ്ത് 3 മാസമായിട്ട് വിളിച്ചു ചേർക്കേണ്ടതാണ്. ആരാണ് വിളിച്ചു ചേർക്കേണ്ടത്? അത് സംഘത്തിന്റെ ചീഫ് പ്രൊമോട്ടറാണ് വിളിച്ചു ചേർക്കേണ്ടതെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ സംഘം രൂപീകരിക്കാൻ വേണ്ടി അപേക്ഷാ ഫോറത്തിൽ ഒപ്പുവെച്ചവരെ എല്ലാവരെയും കൂടെയാണ് വിളിച്ചു ചേർക്കുന്നത്.
അടുത്ത പോയിന്റ് നോക്കുക. ഇനി നോക്കി, ഏതെങ്കിലും കാരണവശാൽ അല്ലേ where the chief promoter fails to convene the meeting as adorfed എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഏതെങ്കിലും കാരണവശാൽ ചീഫ് പ്രൊമോട്ടർ ഇവിടെ ഫെയിൽ ആകുകയാണ്, അല്ലെ പരാജയപ്പെടുകയാണ്, ഈ പൊതുയോഗം വിളിച്ചു ചേർക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ അത് ആര് വിളിച്ചു ചേർക്കും? കാരണം 3 മാസം ആകുമ്പോൾ വിളിച്ചു ചേർക്കണം ചീഫ് പ്രൊമോട്ടർ. അദ്ദേഹം അവിടെ ഫെയിലാണ്, അദ്ദേഹം അവിടെ വിളിച്ചു ചേർക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തെ കൊണ്ട് വിളിച്ചു ചേർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ പറയുന്നുണ്ട് ഇറ്റ് ഷാൾ ബി കൺവീൻഡ് ബൈ എനി പേഴ്സൺ ഓതറൈസ്ഡ് ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ദ രജിസ്ട്രാർ. അപ്പം 3 മാസമായിട്ട് ചീഫ് പ്രൊമോട്ടർ വിളിച്ചു ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, രജിസ്ട്രാർ ഒരാളെ അധികാരപ്പെടുത്തും. അദ്ദേഹം എന്ത് ചെയ്യും, ഈ ആദ്യത്തെ പൊതുയോഗം വിളിച്ചു ചേർക്കും. 3 പോയിന്റ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. റൂൾ 8 പറയുന്നു രജിസ്റ്റർ ചെയ്ത് 3 മാസമായിട്ട് വിളിച്ചു ചേർക്കണം, ചീഫ് പ്രൊമോട്ടർ വിളിച്ചു ചേർക്കണം. ചീഫ് പ്രൊമോട്ടർ വിളിച്ചു ചേർക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ രജിസ്ട്രാർ ഒരാളെ അങ്ങ് അധികാരപ്പെടുത്തും. ആ വ്യക്തി വന്ന് എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കും. ഇനിയും കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായല്ലോ. 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ ബോഡി മീറ്റിംഗ്. ഏതാണ്? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ഇതാണ് ആനുവൽ ജനറൽ ബോഡി, വാർഷിക പൊതുയോഗം. മക്കളെ ഓർത്ത് വെക്കുക, എൻ്റെ മലയാളം വാക്കൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വാർഷിക പൊതുയോഗം. വാർഷിക പൊതുയോഗത്തെ കുറിച്ചാണ് ഇനിയും ഡിസ്കസ് ചെയ്യുന്നത്. വാർഷിക പൊതുയോഗം. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഇത് സെക്ഷൻ 29 ഈ വാർഷിക പൊതുയോഗത്തെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാർഷിക പൊതുയോഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സെക്ഷൻ 29. ഞാൻ ആദ്യം തന്നെ മറ്റൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ ജനറൽ ബോഡിയുമായി നിങ്ങളോട് പങ്കുവെക്കുന്നത് കേട്ടോ. അല്ലാതെ എല്ലാ കാര്യങ്ങളും അങ്ങ് പറയേണ്ട കാര്യമില്ല, ആവശ്യത്തിനനുസൃതമായിട്ട്. ദാറ്റ് മീൻസ് അടുത്ത എക്സാമിന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതാണ് ഞാൻ ഈ ജനറൽ ബോഡിയുമായിട്ടുള്ള ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഹെൽഡ് വിതിൻ എ പീരീഡ് ഓഫ് 6 months ഓഫ് ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. അപ്പം നമ്മൾ ഇവിടെ പഠിക്കേണ്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എപ്പോഴാണ് നടത്തേണ്ടത് അറിയണ്ടേ? അപ്പോൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എപ്പോഴാണ് വിളിച്ചു ചേർക്കേണ്ടത്? പറയുന്നുണ്ട് എന്താണ്, വിതിൻ എ പീരീഡ് ഓഫ് 6 months ഓഫ് ദി ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകമായിട്ട് എന്ത് ചെയ്യണം, വാർഷിക പൊതുയോഗം വിളിച്ചു ചേർക്കണം. ക്ലിയർ? സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകമായിട്ട് വാർഷിക പൊതുയോഗം വിളിച്ച് ചേർക്കണം. വിതിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. അത് ഓക്കെയാണ്. ഇനിയും പറയുകയാണ്, നോക്കിയേ, the registrar or any other person deputed by him and the DCA or any other person deputed by him shall have the right to attend the committee and in the general body meeting of any society എന്ന് പറയുകയാണ്. എന്താണ് അർത്ഥമാക്കുക? അതായത് സാധാരണയായിട്ട് ആരാണ് ഈ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത്? അവിടുത്തെ A ക്ലാസ് മെമ്പേഴ്സാണ്, അല്ലെ? വോട്ടവകാശമുള്ള അംഗങ്ങളാണ് സാധാരണയായിട്ട് എന്തിൽ പങ്കെടുക്കുന്നത്? ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നത്. അവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ, അല്ല, അവരുടെ കൈവശമാണ് ഇതിന് അധികാരം ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറയുകയാണ്, രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തുന്ന വ്യക്തിക്കോ, അതുപോലെ തന്നെ DCAക്കോ അല്ലെങ്കിൽ DCA അധികാരപ്പെടുത്തുന്ന വ്യക്തിക്കോ എന്തിനുള്ള അവകാശമുണ്ട്? ഷാൾ ഹാവ് ദ റൈറ്റ്, അല്ലെ? റൈറ്റ്, അധികാരം. എന്തിനുള്ള റൈറ്റ്? ടു അറ്റൻഡ് ദ കമ്മിറ്റി ആൻഡ് ഇൻ ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എനി സൊസൈറ്റി. അതായത് ഏതൊരു സംഘത്തിൻ്റെയും പൊതുയോഗവും അതുപോലെ കമ്മിറ്റിയിലും പങ്കെടുക്കാൻ അവകാശം ആർക്കൊക്കെയാണ്? രജിസ്ട്രാറിനോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുന്ന വ്യക്തിക്കോ, DCAക്കോ, അല്ലെ, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ബോർഡ് DCAക്കോ, DCA അധികാരപ്പെടുന്ന വ്യക്തിക്കോ ആണ് ഈ ഒരു അവകാശമുള്ളത്. ഏതൊരു സംഘത്തിൻ്റെയും പൊതുയോഗത്തിലും കമ്മിറ്റിയിലൊക്കെ പോയി പങ്കെടുക്കാം കേട്ടോ. അവർക്കവിടെ പ്രശ്നമൊന്നുമില്ല. അവർ കയറി വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ A ക്ലാസ് മെമ്പർ അല്ല എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടാൻ പറ്റില്ല. ഓർത്ത് നോക്കുക, രജിസ്ട്രാറിനും രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ DCAക്കും DCA അധികാരപ്പെടുന്ന വ്യക്തിക്കുമാണ് ആ അവകാശമുള്ളത്. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളാണ്, ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ സെക്ഷൻ 29 പറയുന്നു. പിന്നെ സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസമായിട്ട് വിളിച്ചു ചേർക്കണമെന്ന് പറയുന്നു. രജിസ്ട്രാർ അധികാരപ്പെടുന്ന വ്യക്തിക്കും DCAക്കും DC അധികാരപ്പെടുന്ന വ്യക്തിക്കും എന്നുള്ള അവകാശമുണ്ട്. ഏതൊരു സംഘത്തിൻ്റെയും പൊതുയോഗവും കമ്മിറ്റിയിലും പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് കേട്ടോ. ഇനി ഇവിടെ വീണ്ടും നമ്മൾ പറയുകയാണ്, ഓക്കെ,
ഈ പൊതുയോഗം വിളിച്ചു ചേർക്കേണ്ട ചുമതല എന്ന് പറയുന്നത് അത് സംഘത്തിൻ്റെ മാനേജിങ് കമ്മിറ്റിക്കാണ്, സംഘത്തിൻ്റെ ഭരണാധികാരി അല്ലേ, എന്താ പറയുക, സംഘത്തിൻ്റെ ഭരണസമിതി, ഭരണാധികാരി നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല, ഭരണസമിതി എന്നേ പറയാവുള്ളൂ. അപ്പോൾ സംഘത്തിൻ്റെ ഭരണസമിതിക്കാണ് എന്തിനുള്ള ആ ഒരു ഉത്തരവാദിത്വം, പൊതുയോഗം വിളിച്ചു ചേർക്കേണ്ട ഉത്തരവാദിത്വം. അതായത് സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകമായിട്ട് വാർഷിക പൊതുയോഗം വിളിച്ചു ചേർക്കേണ്ട ചുമതല എന്ന് പറയുന്നത് സംഘത്തിൻ്റെ മാനേജിങ് കമ്മിറ്റിക്ക് അല്ലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കും അല്ലേ. ഭരണസമിതി ഭരണം നടത്തുന്നവര്. ഇനിയും പറയുകയാണ്, നോക്കിയാൽ മക്കളെ, വെയർ ദ ബോർഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി fails to convene the annual general body meeting within the period specified in subsection 1. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞു സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകമായിട്ട് വിളിച്ചു ചേർക്കണമെന്ന്. എന്നാൽ 6 മാസത്തിനകമായിട്ട് വിളിച്ചു ചേർക്കാൻ അവിടുത്തെ മാനേജിങ് കമ്മിറ്റി പരാജയപ്പെടുകയാണെങ്കിലോ, ദാറ്റ് മീൻസ് സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസമായിട്ടും എന്താണ് അവിടെ പൊതുയോഗം വിളിച്ചു ചേർക്കുന്നില്ല. ഗുരുതരമായ പിഴവ് തന്നെയാണല്ലേ, ഗുരുതരമായ പിഴവാണ്. ഇവിടെ പറയാണ്, ഈ ഒരു സാഹചര്യത്തിൽ വേർ ദ ബോർഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെയിൽസ് ടു കൺവീൻ ദി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിതിൻ ദ പീരിയഡ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 1, the registrar or the person authorized by him in this behalf shall be competent to convene such annual general body meeting within a period of 90 days from the date of expiry of period mentioned in subsection 1, and the expenditure incurred on such meeting shall be borne by the cooperative society. ആണ് മക്കളെ ഇവിടെ നോക്കി എന്താ പറയുന്നത്. സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകമായിട്ട് സംഘത്തിൻ്റെ മാനേജിങ് കമ്മിറ്റി അവിടെ വാർഷിക പൊതുയോഗം അല്ലെങ്കിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആര് വിളിച്ചു ചേർക്കും? രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തുന്ന വ്യക്തി എന്ത് ചെയ്യും? ഈ ഒരു വാർഷിക പൊതുയോഗം വിളിച്ചു ചേർക്കും. അപ്പം അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസം വരെ സമയമുണ്ട്. ആർക്ക്? കമ്മിറ്റിക്ക് അല്ലേ, അല്ലെങ്കിൽ ഭരണസമിതിക്ക് 6 മാസം വരെയുള്ള സമയമുണ്ട് ഇത് വിളിച്ചു ചേർക്കാൻ. എന്നിട്ടും അവർ വിളിച്ചു ചേർക്കണം, അതിനകമായിട്ട് വിളിച്ചു ചേർക്കണം. ഇങ്ങനെ 6 മാസത്തിനകമായിട്ട് അവർ വിളിച്ചു ചേർക്കുന്നില്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, RCS അല്ലെങ്കിൽ RCS ഓതറൈസ് ചെയ്ത വ്യക്തിയോ ഇത് വിളിച്ചു ചേർക്കുന്നത്, ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഈ നമ്മുടെ എന്താ പറയുക, RCS അല്ലെങ്കിൽ RCS ഓതറൈസ് ചെയ്ത വ്യക്തി എന്ന് വിളിച്ചു ചേർക്കണമെന്നാണ് പറയുന്നത്. പറയുന്നുണ്ട് വിതിൻ എ പീരീഡ് ഓഫ് 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദ പീരിയഡ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 1. ദാറ്റ് മീൻസ് 6 മാസം കഴിഞ്ഞ് അല്ലേ, ഇപ്പം 6 മാസം വരെ നമ്മുടെ മാനേജിങ് കമ്മിറ്റിക്കാണ് അവിടുത്തെ എന്താ പറയുക ഒരു അവസരമുണ്ട്. ഇവർ 6 മാസമാണ് വിളിച്ചു ചേർക്കുന്നില്ലെങ്കിൽ എന്നാണോ 6 മാസം കഴിയുന്നത് അന്ന് മുതൽ 90 ദിവസമാകുമായിട്ട് വേണം രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുന്ന വ്യക്തിയോ ഇത് വിളിച്ചു ചേർക്കാൻ. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കും. 6 മാസം വരെ മാനേജിങ് കമ്മിറ്റിക്ക്, 6 മാസം നമ്മുടെ അവർ വിളിച്ചു ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആര് വിളിക്കും? രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്ത വ്യക്തി ആരെയും വിളിച്ചു ചേർക്കുക. അവരെപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ 6 മാസം കഴിഞ്ഞ് അല്ലേ, പറഞ്ഞിട്ടുള്ള പീരീഡ്, അതായത് 6 മാസം കഴിഞ്ഞ് 90 ദിവസമാകുമാട്ടോ. 6 മാസം കഴിഞ്ഞ് വരുന്ന, ഇപ്പം ഇന്നാണ് 6 മാസം അവസാനിക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ അല്ലേ, നാളെ മുതൽ 90 ദിവസമാകുമായിട്ട് അവർ വിളിച്ചു ചേർക്കും. ആര്? രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയെ വിളിച്ചു ചേർക്കുമെന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പം ഞാൻ പറഞ്ഞു 6 മാസമായിട്ട് വിളിച്ച് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഗുരുതരമായ പിഴവാണ്. അപ്പോൾ ആ പിഴവിന് എന്തായാലും ഒരു ശിക്ഷ വേണ്ടേ? അതാണ് പറയുക. നോക്കിയേ, മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഹു ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ രജിസ്ട്രാർ were responsible for not convening the annual general body meeting within the stipulated period shall be disqualified for one time for being elected as committee members and to continue as members of a society in addition to being liable for any other provision under this act. അതായത് മാനേജിങ് കമ്മിറ്റിക്ക് ഉത്തരവാദിത്തം ഉണ്ടായി വിളിച്ചു ചേർക്കാൻ, അവർ വിളിച്ചു ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലെ അവരുടെ ആ ഗുരുതരമായ പിഴവ് കാരണമാണ് വിളിച്ചു ചേർക്കാത്തത്, അല്ലെങ്കിൽ അവരുടെ അലസത കൊണ്ടാണ്. അപ്പോൾ അവർക്ക് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു ശിക്ഷ നൽകാറുണ്ട്. ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് നോക്കിയേ, പറയുന്നുണ്ട് ദ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഷാൾ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ വൺ ടൈം ഫോർ ബീങ് എലക്റ്റഡ് ആസ് കമ്മിറ്റി മെമ്പേഴ്സ്. അതായത് അടുത്ത ഒരു ടൈമിലേക്ക് അവർക്ക് കമ്മിറ്റി മെമ്പറായിട്ട് എലക്ട് ചെയ്യാൻ പറ്റില്ല, അതായത് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ പറ്റില്ല, അടുത്ത ഒരു ടൈമിലേക്ക് മത്സരിക്കാനും പറ്റത്തില്ല, അതുപോലെ തന്നെ എന്താണ് സംഘത്തിൽ മെമ്പറായിട്ട് തുടരാനും പറ്റത്തില്ല കേട്ടോ. പറയുന്നുണ്ട് and to continue as a member of a society in addition to being liable for any other provision under this act എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. shall be disqualified for one time for being elected as committee members and to continue as member of society. അല്ലേ, അവർക്ക് അടുത്ത ഒരു ടൈമിലേക്ക് മത്സരിക്കാനും പറ്റില്ല, അതുപോലെ തന്നെ എന്താണ് ആ കമ്മിറ്റിയിൽ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. പിന്നെ ഇതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ശിക്ഷകളുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതും ഇവരെന്ത് ചെയ്യേണ്ടി വരും? ഇവരനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 6 മാസം നമ്മോട് വിളിച്ചു ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്ത വ്യക്തിയെ വിളിച്ചു ചേർക്കും 90 ദിവസം, അടുത്ത 90 ദിവസമായിട്ട്.
ഓക്കെ, ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടികൾ കൊടുക്കും മാനേജിങ് കമ്മിറ്റി കേട്ടോ. അതായത് പറയുന്നത് എന്തൊക്കെയാണ് ശിക്ഷാ നടപടികൾ, അവർക്ക് അടുത്ത ടൈമിലേക്ക് മത്സരിക്കാനും പറ്റില്ല, മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാനും പറ്റത്തില്ല എന്ന് ഓർത്ത് വെച്ച്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ കേട്ടോ? ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് പറയാണ്, പ്രൊവൈഡഡ് ദാറ്റ് ദ രജിസ്ട്രാർ ഷാൾ ബിഫോർ പാസിംഗ് ഓർഡർ അണ്ടർ ദിസ് സബ്സെക്ഷൻ afford a reasonable opportunity of being heard to each such person who is in his opinion were responsible for not convening the annual general body meeting within the specified period എന്ന് പറയുകയാണ്. അതായത് ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞാൽ എന്താണ്, ആരുടെയൊക്കെ പ്രശ്നം കൊണ്ടാണോ ഇവിടെ എന്താണ് നമ്മൾ പൊതുയോഗം വിളിച്ചു ചേർക്കാത്തത്, അല്ലെ, വാർഷിക പൊതുയോഗം വിളിച്ചു ചേർക്കാത്തത്, അവർക്കാണ് ശിക്ഷ കൊടുക്കുക, അല്ലേ. അതായത് അടുത്ത ടൈമിലേക്ക് മത്സരിക്കാനും പറ്റില്ല, കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. അപ്പം ഇവിടെ പറയുകയാണ്, അങ്ങനെ അവർക്ക് ആ ഒരു ശിക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് അവർക്ക് അവരുടെ ഭാഗം പറയാനായിട്ട് ഒരു അവസരം നമ്മൾ പ്രദാനം ചെയ്യണം. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് നമ്മൾ നേരിട്ട് എന്താണ് നിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു എന്ന് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതാണ് പറയുക പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ് കേട്ടോ. പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. മലയാളത്തിൽ നമ്മൾ ചില പ്രയോഗങ്ങൾ പോലെ ഇംഗ്ലീഷിലെ നിയമത്തിലെ ചില പ്രയോഗമാണ്, അല്ലേ, ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും, അല്ലേ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ല എന്നിരുന്നാലും, അതുപോലെ തന്നെ ഉള്ള ഒരു പ്രയോഗമാണ് പ്രൊവൈഡഡ് ദാറ്റ്. എന്നിരുന്നാലും ദ രജിസ്ട്രാർ ഷാൾ ബിഫോർ പാസിംഗ് ഓർഡർ, രജിസ്ട്രാർ ആ ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അഫോർഡ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് ടു ഈച്ച് സച്ച് പേഴ്സൺ. ആ വ്യക്തികൾക്ക് എന്താണോ പറയാനുള്ളത്, അല്ലേ, അത് അവർക്ക് പറയാനൊരു അവസരം, അതുപോലെ അവർ പറയുമ്പോൾ അത് കേൾക്കാനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ അത് കേട്ടിരിക്കണം. അതായത് അവർക്ക് അവർക്ക് അവരുടെ ഭാഗം പറയാനൊരു അവസരം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിനുശേഷം മാത്രമേ ഓർഡർ ഇഷ്യൂ ചെയ്യാവുള്ളൂ. ഓക്കെ, അടുത്തതാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, അല്ലേ. സ്പെഷ്യൽ ജനറൽ ബോഡി എന്താണ്? സ്പെഷ്യൽ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ വിശേഷാൽ പൊതുയോഗം. എന്താണ്? വിശേഷാൽ പൊതുയോഗം, സ്പെഷ്യൽ ഒക്കേഷൻ, സ്പെഷ്യൽ ആയിട്ടുള്ള ചില പെട്ടെന്ന് നമ്മൾ വിളിച്ചു ചേർക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഈ സ്പെഷ്യൽ ജനറൽ ബോഡി അല്ലെങ്കിൽ വിശേഷാൽ പൊതുയോഗം എന്നുള്ളത്. അപ്പോൾ ഓർന്ന് വെച്ചേക്കുക, ഡീൽസ് ഇൻ സെക്ഷൻ 30 ആൻഡ് റൂൾ 36. സെക്ഷൻ 30ലും റൂൾ 36ലുമാണ് ഈ സ്പെഷ്യൽ ജനറൽ ബോഡിയെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 30ലും റൂള് 36ലും, സെക്ഷൻ 30ലും റൂള് 36ലുമാണ് ഈ സ്പെഷ്യൽ ജനറൽ ബോഡിയെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ പറയുകയാണ് മക്കൾ, ഇതൊന്ന് മനസ്സിലാക്കണം കേട്ടോ, ഇതൊന്ന് മനസ്സിലാക്കണം. ഇവിടെ പറയുകയാണ്, ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി മേ അറ്റ് എനി ടൈം കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി and shall call such meeting within 1 month after the receipt of a requisition in writing from the registrar or from such a number of members or a proportion of the total number of members as may be prescribed. അപ്പോൾ ഇവിടെ പറയുകയാണ്, സെക്ഷൻ 30ലും റൂൾ 36ലുമാണ് പറയുന്നത്. അപ്പോൾ സംഘത്തിൻ്റെ കമ്മിറ്റിക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാം, അല്ലേ. സംഘത്തിൻ്റെ കമ്മിറ്റിക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും എന്താണ്? ആ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുക, അല്ലേ. സംഘത്തിൻ്റെ കമ്മിറ്റിക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാം. അതിനൊരു സമയപരിധി പറയുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ രജിസ്ട്രാറിൽ നിന്ന് ഒരു റിട്ടേൺ റിക്വസ്റ്റ് കിട്ടിയതിന് ശേഷമോ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ 1/5 ആൾക്കാരിൽ നിന്നൊരു റിട്ടേൺ റിക്വസ്റ്റ് കിട്ടിയ ശേഷമായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ കമ്മിറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. ഓർത്ത് വെച്ചേക്കുക, ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി മേ അറ്റ് എനി ടൈം കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി. സംഘത്തിൻ്റെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് എപ്പോൾ വേണമെങ്കിലും സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിക്ക് വിളിച്ചു ചേർക്കാം, അല്ലേ. ആൻഡ് ഷാൾ കോൾ സച്ച് മീറ്റിംഗ് വിതിൻ 1 month. അപ്പോൾ ഈ ഒരു മാസം എന്നുള്ളത് ഓർത്തേക്കണം കേട്ടോ. വിതിൻ 1 month എന്നുള്ള കാര്യം ഓർത്തേക്കുക. വിതിൻ 1 month, ഒരു മാസം. അതായത് ഇപ്പം ഇവിടെ 2 സാഹചര്യങ്ങളാണ്. ഒന്ന് പറയുന്നുണ്ട്, രജിസ്ട്രാർ ഒരു റിട്ടേൺ റിക്വസ്റ്റ്, രേഖാമൂലമുള്ള ഒരു റിക്വസ്റ്റ് നൽകിയതിന് ശേഷമോ, അല്ലേ, രജിസ്ട്രാർ പറയുകയാണ് നിങ്ങളൊരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്ക്. അങ്ങനെ പറഞ്ഞാൽ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി വിളിച്ച് ചേർക്കും. അല്ല, ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ 1/5, ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, സംഘത്തിലെ ആകെയുള്ള അംഗങ്ങളുടെ 1/5 ആൾക്കാർ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്ന് പറയുക? സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി വിളിച്ച് ചേർക്കണം. അപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് കിട്ടി എത്ര നാളുകൾക്കാകുമായിട്ടാണ്? അപ്പോൾ ഒന്നുകിൽ രജിസ്ട്രാർ നൽകുന്നു, അല്ല ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ 1/5 ആൾക്കാർ നൽകുന്നു. അങ്ങനെ ഇത് നൽകി എത്രയാണ്? 1 മാസത്തിനകമായിട്ട് വിളിച്ച് ചേർക്കണമെന്നാണ് പറഞ്ഞത്.
പറഞ്ഞത് കേട്ടോ. ഓക്കെ, എത്ര നാൾ വിളിച്ചു ചേർക്കണം? ഒരു മാസം. ഷാൾ കോൾ സച്ച് മീറ്റിംഗ് വിതിൻ 1 month ആഫ്റ്റർ റെസിപ്റ്റ് ഓഫ് എ റിക്വസിഷൻ ഇൻ റൈറ്റിംഗ്. അപ്പം രേഖാമൂലമുള്ള ആ ഒരു അപേക്ഷ നൽകിയതിന് ശേഷമായിരിക്കും ഇവർ വിളിച്ച് ചേർക്കുക അല്ലേ. റിട്ടേൺ എന്താണ് പറയുക, റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം ദ രജിസ്ട്രാർ, നിങ്ങൾക്ക് രജിസ്ട്രാറിൽ നിന്ന്, ഓർ ഫ്രം സച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ്, 1/5 കേട്ടോ, സച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലേ, ഓർ എ പ്രൊപ്പോർഷൻ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് ഓർത്ത് വെച്ച്. ഇനിയും പറയാണ്, if a special general body meeting of a society is not called in accordance with the requisition referred to in subsection 30, in subsection 1 of section 30 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ പറയുന്നത് ഇങ്ങനെ രജിസ്ട്രാറോ അല്ലെങ്കിൽ സംഘത്തിൻ്റെ അംഗങ്ങളോ അപേക്ഷ കൊടുത്തു, എന്താ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു. അങ്ങനെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 മാസത്തിനകമായിട്ട് സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യണം, വിളിച്ച് ചേർക്കണം അല്ലേ, വിശേഷാൽ പൊതുയോഗം വിളിച്ച് ചേർക്കണം. അങ്ങനെ വിശേഷാൽ പൊതുയോഗം വിളിച്ച് ചേർക്കാൻ ഇവിടെ പരാജയപ്പെടുകയാണ് അല്ലേ, പരാജയപ്പെടുകയാണെങ്കിൽ, അതായത് സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നില്ല, 1 മാസത്തിനകമായിട്ട് അപേക്ഷ കിട്ടിയിട്ട് വിളിച്ച് ചേർക്കുന്നില്ലെങ്കിലോ പറയുന്നുണ്ട്, ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം, ഒന്നെങ്കിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അനുമതി നൽകിയ അല്ലേ, ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ് ഷാൾ ഹാവ് പവർ ടു കോൾ സച്ച് മീറ്റിംഗ് ആൻഡ് ദാറ്റ് മീറ്റിംഗ് ഷാൾ ബി ഡീംഡ് ടു ബി എ മീറ്റിംഗ് കോൾഡ് ബൈ ദ കമ്മിറ്റി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർത്ത് വെക്കുക, ഇവിടെ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് 1 മാസം നമ്മൾ വിളിച്ച് ചേർക്കുന്നില്ല അല്ലേ, അപേക്ഷ കൊടുത്തിട്ടും വിളിച്ച് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തി എന്ത് ചെയ്യും, ഈ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കും, ഈ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കും അല്ലേ. അപ്പോൾ പറയുന്നുണ്ട് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കും. പിന്നെ ആൻഡ് ദാറ്റ് മീറ്റിംഗ് ഷാൾ ബി ഡീംഡ് ടു ബി എ മീറ്റിംഗ് കോൾഡ് ബൈ ദ കമ്മിറ്റി. അപ്പോൾ സാധാരണ ഒരു കമ്മിറ്റി വിളിച്ച് ചേർക്കുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് പോലെ തന്നെയായിരിക്കും ഇവർ വിളിച്ച് ചേർക്കുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സെയിം അധികാരം തന്നെയാണ്, അല്ലാതെ രജിസ്ട്രാറാണ് വിളിച്ച് ചേർത്തതെന്ന് പറഞ്ഞ് ആ പൊതുയോഗത്തിന് അധികാരമില്ലാതെ വരുന്നില്ല അല്ലേ. ഇപ്പോൾ സാധാരണ മാനേജിംഗ് കമ്മിറ്റി വിളിച്ച് ചേർക്കുന്ന ആ ഒരു വിശേഷാൽ പൊതുയോഗം ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ ഇതിനെ കണക്കാക്കണമെന്നാണ് പറയുക കേട്ടോ, അതുപോലെ തന്നെ ഇതിനെ കണക്കാക്കണമെന്നാണ് പറയുക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി അല്ലെങ്കിൽ പ്രാതിനിധ്യ പൊതുയോഗം അല്ലേ, ആ പ്രതിനിധികളുടെ പൊതുയോഗം, പ്രതിനിധികൾ. അപ്പോൾ സാധാരണ വലിയ ജനറൽ ബോഡി ഉള്ള സംഘം എന്ത് ചെയ്യാറുണ്ട്, അതിൽ നിന്ന് ചെറിയൊരു ജനറൽ ബോഡിയും കൂടെ തിരഞ്ഞെടുക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഈ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി അല്ലെങ്കിൽ പ്രാതിനിധ്യ പൊതു റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. നമ്മുടെ മെയിൻ ജനറൽ ബോഡിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. പുറത്ത് വെച്ചേക്കുക, സെക്ഷൻ 27 സബ്സെക്ഷൻ 2 അതുപോലെ റൂള് 34 ഇതിനെക്കുറിച്ച് പറയുന്നത് അല്ലേ. ആ ഡീൽസ് ഇൻ സെക്ഷൻ 27 സബ്സെക്ഷൻ 2 ആൻഡ് റൂള് 34 സെക്ഷൻ 27 2 അല്ലേ, സെക്ഷൻ 27 അല്ലെ സബ്സെക്ഷൻ 2 അതുപോലെ റൂള് 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 27 പറഞ്ഞ എന്താണ്, അത് ജനറൽ ബോഡിയെ കുറിച്ച്, അത് ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വെസ്റ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് എന്താണ് ആ മെമ്പേഴ്സ് അല്ലേ. പുറത്ത് വെച്ചേക്കുക, വെസ്റ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് ജനറൽ ബോഡി ഓഫ് മെമ്പേഴ്സ് എന്നാണ് പറയുക. ദ ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ വെസ്റ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് എന്താണ് ജനറൽ ബോഡി ഓഫ് മെമ്പേഴ്സ് എന്നാണ് പറയുക. അത് 27. ഇപ്പോൾ 27 സബ്സെക്ഷൻ 2 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെ കുറിച്ച് പറയുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എല്ലാ സംഘങ്ങൾക്കും ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി വിളിച്ച് ചേർക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ, എല്ലാവർക്കും പറ്റുമോ? നമ്മുടെ നാട്ടിൽ കാണുന്ന സകലമാന സംഘങ്ങൾക്കും ഇങ്ങനെ ഈ എന്താ പറയുക റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി അല്ലെങ്കിൽ പ്രാതിനിധ്യ പൊതുയോഗം വിളിച്ചു ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. എല്ലാ സംഘത്തിനും വിളിച്ചു ചേർക്കാൻ പറ്റില്ല. അവിടെ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഒരു സംഘത്തിന് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ആ സംഘം 2 കണ്ടീഷൻ എന്ത് ചെയ്തിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ടീഷൻ നമ്പർ 1 സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒന്നാമത്തെ കണ്ടീഷനാണ്, the area of operation of a society shall be the എന്താ പറയുക area comprised in 1 or more than 1 താലൂക്ക്. ഒന്നോ അതിലധികമോ താലൂക്കിൽ പ്രവർത്തന പരിധി ഉണ്ടായിരിക്കണം. കണ്ടീഷൻ നമ്പർ 1. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്, ഒന്നോ അതിലധികമോ താലൂക്കിൽ. ഇപ്പം നമുക്കൊരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് പറ്റില്ല, അവരുടെ താലൂക്ക് എന്ന് പറയുന്നത് വില്ലേജോ പഞ്ചായത്തൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം മിനിമം ഒരു പി കാർഡ് ബാങ്കിനെ വിളിച്ച് ചേർക്കാൻ പറ്റുള്ളൂ അല്ലേടെ. പി കാർഡിന് വിളിച്ച് ചേർക്കാൻ പറ്റില്ല. പി കാർഡ് ബാങ്കിൻ്റെ പ്രവർത്തന പരിധി, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്, പി കാർഡ് ബാങ്കിൻ്റെ പ്രവർത്തന പരിധി ഒരു താലൂക്കാണ്. അവർക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുറത്ത് വെക്കുക, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ദ ഏരിയ കംപ്രൈസ്ഡ് ഇൻ 1 or more than 1. ഒന്നോ
ഒന്നിലധികം താലൂക്കിലോ പ്രവർത്തന പരിധി ഉണ്ടായിരിക്കണം. അതാണ് കണ്ടീഷൻ നമ്പർ 1. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേ, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ഈസ് നോട്ട് ലെസ് ദാൻ 1000. അവിടുത്തെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ഒന്നോ അതിലധികമോ താലൂക്കിൽ പ്രവർത്തന പരിധി ഉണ്ടായാൽ മാത്രം പോരാ, അത് ഫസ്റ്റ് കണ്ടീഷൻ. കണ്ടീഷൻ നമ്പർ 2 എന്താണ്? അവിടുത്തെ അംഗങ്ങളുടെ എണ്ണം 1000-ൽ കുറയാൻ പാടില്ല. എന്താണ് പറയുക? അവിടുത്തെ അംഗങ്ങളുടെ എണ്ണം 1000-ൽ കുറയാൻ പാടില്ല. അതെ, എന്തൊക്കെയാ? ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ഈസ് നോട്ട് ലെസ് ദാൻ 1000. 1000-ൽ കുറയാനും പാടില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സംഘത്തിന് മാത്രമേ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഇലക്ഷനിലൂടെയാണ് കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന ഇലക്ഷനിലൂടെയാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയും തിരഞ്ഞെടുക്കുന്നത്. ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെയും കാലാവധി 5 വർഷമാണ്. നമ്മൾ ഇലക്ഷനൊക്കെ ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്കറിയാം, നമുക്ക് ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ എത്ര അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന് പഠിക്കാനുണ്ട് അല്ലേ? റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ എത്ര അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നോക്കാം, ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എനി റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഷാൾ നോട്ട് ഇൻ എനി കേസ് എക്സീഡ്. നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം. ഇതൊക്കെ ഇങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും തീരില്ല അല്ലേ? 110 സെക്ഷനും 201 റൂളും ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ പഠിച്ചു പോകും എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് കാര്യങ്ങൾ എത്രത്തോളം സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളായിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളും അങ്ങ് പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ പറയുകയാണ്, 50 in the case the total number of members of the society does not exceed 2500. അപ്പം മിനിമം 1000 വേണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം 1000-നും 2500-ലും, അതായത് 1000-ൽ കൂടുതലും 2500-ൽ കവിയാതെയും എക്സീഡ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ എത്രയാണ് മക്കളെ? എത്രയാണ്? 50 പേരെയായിരിക്കും നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ ഉൾപ്പെടുത്തുന്നത്. ഓർത്ത് വെച്ചേ, മിനിമം 1000 വേണമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ പറയുന്നത് 2500-ൽ കുറവാണെങ്കിൽ അല്ലേ, 50 in case the total number of members of the society does not exceed 2500 എന്ന് ഓർത്ത് വെച്ചേക്ക്. അപ്പം ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതി. 1000-നും 2500-നും ഇടയിലാണെങ്കിൽ 50, 1000-നും 2500-നും അല്ലേ, 1000-ൽ കൂടുതലും 2500 കുറവുമാണെങ്കിൽ ഇടയിൽ അവിടെ 50 പേരെ മതി. അടുത്തത് പറയുകയാണ്, 200 in the case of total number of members is above 2500 but below 10,000. അപ്പോൾ 1000 മുതൽ 2500 വരെ 50. ഇനിയും പറയാം 2500 കൂടുതലും അല്ലേ, 2500-ൽ എന്താ പറയുക, ടോട്ടൽ നമ്പർ ഈസ് അബവ് 2500. 2500 കൂടുതലും അതുപോലെ തന്നെ എന്താണ് 10,000-ൽ കുറവുമാണെങ്കിൽ അവിടെ എത്രയാണ്? അവിടെ 200-ആണ്. 50 എവിടെ? 1000-നും 2500-നും ഇടയിലാണെങ്കിൽ 50, 2500-നും ഇനി പറയുന്നുണ്ട് എന്താണ് 10,000-നും ഇടയിലാണെങ്കിൽ എത്രയാണ്? 200 പേരെ നമുക്ക് ആ ഒരു പ്രാതിനിധ്യ പൊതുയോഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ഒന്നൂടെ ആലോചിച്ച് നോക്കിയേ, 50 വരുന്നത് എപ്പോഴാണ്? 2500 കുറവാണെങ്കിൽ. കാരണം ഓൾറെഡി 1000 വേണമല്ലോ, 1000 ഉണ്ടെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2500 കുറവാണെങ്കിൽ 50, 2500 കുറവാണെങ്കിൽ 50, 2500-നും 10,000-നും ഇടയിലാണെങ്കിൽ അവിടെ മാക്സിമം നമുക്ക് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന അംഗങ്ങളുടെ എണ്ണം 200. ഇനിയും പറയുകയാണ് മറ്റ് കേസുകളിൽ, ദാറ്റ് മീൻസ് 10,000-ന് മുകളിൽ എത്ര പേരെ ആയിക്കോട്ടെ, 10,000-ന് മുകളിൽ എത്ര അംഗങ്ങൾ വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെ 500 ആയിരിക്കും കേട്ടോ. 500 in any other cases. മറ്റേതൊരു കേസിലും എത്രയാണ്? 500. അതായത് പഠിക്കാൻ എളുപ്പം 525 എന്ന് ഓർത്താൽ മതി. 525. ആദ്യത്തെ 5 50 അല്ലേ, രണ്ടാമത്തെ 2 വരുന്നത് 200, മൂന്നാമത്തെ 500. 525 എന്ന് ഓർത്താൽ മതി കേട്ടോ. 50, 200, 500 എന്ന് ഓർത്താൽ മതി കേട്ടോ. അതായത് 10,000-ൽ കൂടുതൽ എത്ര പേര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെ എത്രയാണ്? അവിടെ 500 പേരാണെന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ പറഞ്ഞത്? റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ പറഞ്ഞത്. ഇനി ഒരു ജനറൽ ബോഡി കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്താണ് ലാസ്റ്റ് ജനറൽ ബോഡി, അവസാനത്തെ പൊതുയോഗം അല്ലേ. ആരാണ് വിളിച്ചു ചേർക്കുക? ലാസ്റ്റ് ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി കൺവീൻഡ് ബൈ ലിക്വിഡേറ്റർ ആണ് അല്ലെ. ലിക്വിഡേറ്റർ ആയിരിക്കും എന്ത് ചെയ്യുക? ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത്. ഇതൊന്ന് പഠിച്ചോണം എല്ലാവരും, കാരണം ഇത് PYQ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും റൂളിൽ മാത്രമേ പറയുന്നുള്ളൂ. ഏത് റൂളിലാണ് ലാസ്റ്റ് ജനറൽ ബോഡിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, റൂള് 69-9. റൂള് 69-9 എന്ത് ലാസ്റ്റ് ജനറൽ ബോഡിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്കുക. 69-9, 69-9, 69-9. കാരണം നിങ്ങൾ 69 പഠിച്ചിട്ട് പോകല്ലോ കേട്ടോ. എല്ലാവരും ഈ 69 പഠിച്ചിട്ട് പോകും. കാരണം ഒരു തവണ പരീക്ഷയ്ക്ക് അങ്ങനെ വന്നതാണ്. 69 തന്നു, 69-ൽ 1 തന്നു, 2 തന്നു, 9 തന്നു, 10 തന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഓർത്ത് വെച്ചേക്കുക കേട്ടോ. 69-9 എന്നങ്ങ് പഠിച്ചിട്ട് പോയേക്കും.
അടുത്തത് ഇതെപ്പോഴാണ് ഈ ലാസ്റ്റ് ജനറൽ ബോഡിയെ കുറിച്ചാണ് പറയുന്നത്. At the conclusion of the winding up proceedings, a general body meeting of the members of the society shall be called up by the liquidator. അല്ലേ, ആഫ്റ്റർ ദ കൺക്ലൂഷൻ ഓഫ് ദ വൈൻഡിങ്. അപ്പോൾ ഈ വൈൻഡിങ് അപ്പ്, സംഘത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിന് ശേഷമായിട്ട് എന്ത് ചെയ്യും, ലിക്വിഡേറ്റർ വിളിച്ച് ചേർക്കുന്ന പൊതുയോഗമായിരിക്കും ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. അല്ലേ, എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, നോ കോറം നീഡഡ് ഫോർ ദ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിന് എന്ത് വേണ്ട, കോറം ഇല്ല. ഓക്കെ, ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിന് എന്തിൻ്റെ ആവശ്യമില്ലടേ, ആ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിന് കോറത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഓർത്ത് വെച്ചേക്കും. ഇനിയും പറഞ്ഞ അറ്റ് സച്ച് മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ ദ ലിക്വിഡേറ്റർ ഷാൾ സമ്മറൈസ് ഹിസ് പ്രൊസീഡിങ്സ്. അല്ലേ, അതായത് ലിക്വിഡേറ്റർ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹം ഈ ലിക്വിഡേറ്റ് വൈൻഡിങ് അപ്പ് ചെയ്യാൻ വേണ്ടി സ്വീകരിച്ച നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ, അല്ലേ, റിപ്പോർട്ട് ചെയ്യണം. ആൻഡ് റിപ്പോർട്ട് വാട്ട് സം ഇഫ് എനി റിമെയിൻസ് ഇൻ ദ പൊസിഷൻ. അതായത് ഈ വൈൻഡിങ് അപ്പിന് ശേഷം ഇനി എന്തെങ്കിലും പൈസ കയ്യിൽ മിച്ചമുണ്ടോ, അല്ലേ. അതായത് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്, സംഘത്തിന് കിട്ടാനുള്ളതൊക്കെ മേടിക്കുക, കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കുക. സംഘത്തിന് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കുക, സംഘം കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർക്കുക. അതിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് പറയുക. അല്ലേ, അത് ചെയ്യാൻ വേണ്ടിയാണ് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി. അപ്പം ലിക്വിഡേറ്റർ പറയണം എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചത്, ഇനി കയ്യിൽ എന്തെങ്കിലും മിച്ചമുണ്ടോ, അല്ലേ. വാട്ട് എന്താ പറയുക, ആൻഡ് റിപ്പോർട്ട് വാട്ട് സം ഇഫ് എനി റിമെയിൻസ് ഇൻ ഹിസ് പൊസിഷൻ. അദ്ദേഹത്തിൻ്റെ കൈവശം ഇനി എന്തെങ്കിലും എല്ലാം കൊടുത്തു തീർത്തതിന് ശേഷം എന്തെങ്കിലും മിച്ചമുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ദ ലയബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി ആസ് ഫാർ എന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും മിച്ചമുണ്ടോ, എല്ലാം എന്താ പറയുക, ഈ വൈൻഡിങ് അപ്പ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് വൈൻഡിങ് എന്ന് പറയുന്നതാണ് കിട്ടാനുള്ളതെല്ലാം മേടിക്കുക, കൊടുക്കാനൊക്കെ കൊടുത്തു തീർക്കുക. പിന്നെ ശേഷം ഇനി എന്തെങ്കിലും കയ്യിൽ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം അവിടെ എന്ത് ചെയ്തിരിക്കണം, റിപ്പോർട്ട് ചെയ്യണം. അല്ലേ, ഡിറ്റർമിൻഡ് അണ്ടർ ദ റൂൾസ് ആൻഡ് സജസ്റ്റ് ഹൗ ദ സർപ്ലസ് ഇഫ് എനി ഷുഡ് ബി യൂട്ടിലൈസ്ഡ്. ഇനി ഇപ്പോൾ അങ്ങനെ ഈ മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ, സർപ്ലസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, അല്ലേ, അതൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ അദ്ദേഹം ആ ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ സംഘത്തിൻ്റെ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്ന ആരാ, ലിക്വിഡേറ്ററാണ്. സംഘത്തിൻ്റെ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്ന ആരാണ്, ചീഫ് പ്രൊമോട്ടറാണ്. സംഘത്തിൻ്റെ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്തിൻ്റെ ആവശ്യമില്ല, കോറത്തിൻ്റെ ആവശ്യമില്ല. അല്ലേ, വളരെ സിമ്പിളാണ്, ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഫസ്റ്റ് ജനറൽ ബോഡി, ലാസ്റ്റ് ജനറൽ ബോഡി, ആനുവൽ ജനറൽ ബോഡി, സ്പെഷ്യൽ ജനറൽ ബോഡി, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി പഠിച്ചില്ലേ. ഫൈനൽ അതോറിറ്റി ജനറൽ ബോഡി പഠിച്ചില്ലേ, ജനറൽ ബോഡികളെ കുറിച്ച് അത്യാവശ്യമെല്ലാം. അത് ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ പോയിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെറിയൊരു ക്ലാസ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തു കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സാം അടുത്തു, അല്ലേ. ഇനി നമുക്ക് സമയമുണ്ട്. ഇനിയിപ്പോൾ എല്ലാ കുട്ടികളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സാറേ ഇനിയും പഠിച്ചാൽ ഞങ്ങൾ എത്തിപ്പെടുമോ, അല്ലേ, ഇനിയും പഠിച്ചാൽ ഞങ്ങൾ എത്തിപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ 90% കുട്ടികളിൽ നിന്നും കേൾക്കുന്നത്. ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നോക്കിയാൽ പോരെ. അപ്പോൾ അവർ കുറച്ചൊക്കെ പഠിച്ചവർ കാണുമല്ലോ, എല്ലാവരും ഒന്നേ തുടങ്ങാൻ നിൽക്കുന്നവരല്ല. അത്യാവശ്യമൊക്കെ പഠിച്ച് കഴിഞ്ഞ പരീക്ഷയ്ക്ക് 45, 50, 52 മാർക്കുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു 50 അല്ലെങ്കിൽ 45 നിങ്ങൾ ധൈര്യമായിട്ട് പഠിക്കൂ. ആദ്യമായിട്ട് അവനവനിൽ തന്നെയുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഈ ഡബിൾ മൈൻഡിലാരും നിൽക്കരുത്, എനിക്ക് കിട്ടുമോ കിട്ടില്ല അങ്ങനെ ആരും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും നമ്മളിലൊരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസമാണ്, എന്നെ കൊണ്ടിത് പറ്റും, ഐ ക്യാൻ, അല്ലേ, എനിക്കിത് വിജയിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ ഓക്കെ ആയി. പിന്നെ നമ്മൾ ആ ഒരു ഇരുന്നങ്ങ് സിസ്റ്റമാറ്റിക് ആയിട്ടങ്ങ് പഠിക്കുന്ന സമയത്ത് തന്നെ പല രീതിയിൽ പഠിക്കാം, അല്ലേ. ചിലർ ചുമ്മാ കാളം പോലും പഠിക്കാം, അതിൻ്റെ കാര്യമില്ല. നമ്മൾ ആവശ്യമുള്ളത് മാത്രം പഠിച്ചു പോവുക, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. ഇപ്പോൾ അടുത്ത പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു 100 മാർക്കിൻ്റെ പരീക്ഷയല്ലേ, ആദ്യമായിട്ട് വരുന്ന പരീക്ഷ, ആർക്കും അറിയില്ല, അല്ലേ. അതായത് അതിൻ്റെ ഐഡിയാസ് എങ്ങനെയാണെന്നൊരു മോഡലൊന്നുമില്ല, നമ്മൾ പ്രോപ്പറായിട്ട് അവർ പറയും. നമുക്ക് ഇപ്പോൾ KCS ആക്ട് ആൻഡ് റൂൾസിൽ നിന്ന് 15 മാർക്കാണ് ആക്ട് ആൻഡ് റൂൾസിൽ വരിക. അവിടെ കൂടുതൽ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഓഡിറ്റായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ ഇൻക്വയറിയുമായി ബന്ധപ്പെട്ടത്, ഇൻസ്പെക്ഷനായിട്ട് ബന്ധപ്പെട്ടത്, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിവിഷന്, മാനേജ്മെൻറ്റ് തുടങ്ങിയ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പം നമുക്കതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തങ്ങ് പോയാൽ മതിയെന്നേ, ആരും ഇങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ നാളെ ബാച്ച് റണ്ണിങ് ആണ്, അല്ലേ. ഇനി വലിയ എക്സാമിനൊക്കെ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ പഠിക്കാൻ നമുക്കൊരു ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ നമ്മുടെ റിസൾട്ടാണ് അവിടെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഉള്ള നമുക്ക് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ, നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ നമുക്കുണ്ട്, നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ എൻട്രിക്കുണ്ട്. നമ്മുടെ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, കേരള ബാങ്കിനായിക്കോട്ടെ, ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന CACB എക്സാമിനായിക്കോട്ടെ, ഒരുപാട് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സിലബസ് ബേസ്ഡ്, അല്ലേ, പുതിയ രീതി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സുകൾ നമ്മൾ മനസ്സിലാക്കുക. ആദ്യം നമുക്ക് റെക്കോർഡർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, അല്ലേ. ഓരോ ദിവസം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി പ്ലാൻ, നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, അല്ലേ. അതായത് ഓരോ ദിവസവും നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്,
അല്ല ചുമ്മാ ക്ലാസ്സുകൾ തന്ന് നിങ്ങൾ ഇഷ്ടമുള്ള പഠിച്ചു അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓരോ ദിവസവും എന്തൊക്കെ വീഡിയോസ് ഏതൊക്കെ ക്ലാസ്സസ് പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ മെൻറ്റർ അസൈൻ ചെയ്ത് തരും. പഠിക്കേണ്ടതായിട്ടുള്ള ഏതൊക്കെ ക്ലാസ്സുകൾ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ്സുകളാണ് കണ്ട് പഠിക്കേണ്ടതായിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് നിങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അസൈൻ ചെയ്ത് തരും. അപ്പം എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് നമ്മുടെ ആപ്പിലുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു സ്റ്റഡി പ്ലാൻ കാണും. അതോടൊപ്പം തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സസ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ചെറിയ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും കേട്ടോ. പഠിക്കാനേ നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും. പിന്നെ നമ്മൾ ഡെയിലി എക്സാംസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും അല്ലേ, ആ മോഡൽ ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഠിച്ചാൽ മാത്രം പോരാ, നമ്മളൊന്ന് പഠിച്ചാൽ മാത്രമല്ല, പഠിച്ചത് എത്രത്തോളം ആയി എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതൊരു പ്രക്രിയയാണ് അല്ലേ. ഒരു വിജയിക്കുക എന്ന് പറയുന്നത് ഓടി ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് വിജയിച്ചു പോകാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ, ഒരു പ്രക്രിയ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ സിലബസിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അല്ലേ. നമ്മൾ പരീക്ഷകൾ എഴുതി, നമ്മളെ മോക്ക് എക്സാംസുകളൊക്കെ എഴുതി നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, നമ്മുടെ വീക്ക് പോയിന്റ്സിൽ ഏതാണെന്ന് മനസ്സിലാക്കണം. സ്ട്രോങ് ഏരിയ നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീക്ക് ഏരിയാസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഉയർത്തിക്കൊണ്ട് വരണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രക്രിയയാണ്. അപ്പോൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ, ആ കണ്ടൻറ്റുകൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട എക്സാംസുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പ്രക്രിയയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ CSEB ബാച്ചിലാണെങ്കിൽ ഇൻ്റർവ്യൂ വരെ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ പ്ലേസ് ചെയ്യുന്നത് വരെയുള്ള അസിസ്റ്റൻസ് നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും, ഇപ്പോൾ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ എക്സാമുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. 7736122215 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ കയറി എന്ത് ചെയ്യുക, നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നല്ല രീതിയിൽ സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു ചിട്ടയോടെ അല്ലേ, എപ്പോഴും ചിട്ടയോടെയുള്ള പഠനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു ചിട്ടയോടെ നമ്മൾ പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പഠിക്കുന്ന സുഹൃത്തുക്കൾക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യവും എക്സാമുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. ഓൾറെഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാച്ചസ് റണ്ണിങ് ആണ്. നമ്മൾ പ്രോപ്പറായിട്ട് ചിട്ടയോടെയുള്ള സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ടുള്ള പ്ലാനാണ്. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസുകളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്